ാണ് ചെയ്യുന്നത്. അതുകൊണ്ട് സോപാന സംഗീതം ഷൊർണൂർ എന്നടിച്ചാൽ അത് കാണും. നിങ്ങൾക്ക് മറ്റ് സോപാന ഗായകരെ പരിചയപ്പെടാനും ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരുടെ അവൈലബിൾ ആയിട്ടുള്ള മുഴുവൻ ചിത്രങ്ങളും അതിൽ കയറ്റി വിട്ടിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളെപ്പോലുള്ള ഈ സംഗീതത്തിനെ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. അവരുടെ ഒരു സംഗീതോത്സവം അടുത്തിടെ ഷൊർണൂർ ചെറുതുരുത്തിയിൽ നടത്തുകയുണ്ടായി. ചരിത്രത്തിൽ ആദ്യത്തെ കർണാടക സംഗീതോത്സവം അല്ലാത്തൊരു സംഗീതോത്സവമായിരുന്നു അത്. ഞാൻ ചെയ്ത കാര്യങ്ങൾ അധികം പറയുന്നത് അല്പത്തരമായതുകൊണ്ടത് അവസാനിപ്പിക്കുന്നു. സംഗീതം വാസ്തവത്തിൽ കേരള സംഗീതം എന്നാൽ സോപാന സംഗീതമല്ല. കേരളത്തിൽ കേട്ടുവരുന്ന മുഴുവൻ നാടോടി ഗീതങ്ങളുടെയും ആകെത്തുകയാണ് കേരള സംഗീതം. പക്ഷേ നമ്മുടെ വിചാരം സോപാന സംഗീതം ഉണ്ടാകുന്ന കാലത്ത് വെറും 5% ആളുകൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ. അതല്ലാത്ത 95%ത്തിൻ്റെയും സംഗീതത്തിനെ അവഗണിച്ചത് കൊണ്ടാണ്, അന്ന് അതിനെ അവഗണിച്ചത് കൊണ്ടാണ് ഇന്ന് നമുക്ക് നാടൻ പാട്ടുകൾ എന്ന് പറഞ്ഞ് പ്രത്യേകമായ അരങ്ങുകൾ സംഘടിപ്പിക്കേണ്ട ഗതികേട് വന്നത്. വാസ്തവത്തിൽ ഈ നാടൻ പാട്ടുകൾ എന്ന് പറയുന്ന ഇപ്പോൾ ഇവിടെ മാള ദിലീപും സംഘവും ഒക്കെ അവതരിപ്പിക്കാൻ പോകുന്ന പാട്ടുകളാണ് കേരളത്തിൻ്റെ യഥാർത്ഥ സംഗീതം. ഇവിടുത്തെ പുള്ളവൻ പാട്ട്, അയ്യപ്പൻ പാട്ട്, ഞാറ്റുപാട്ട്, തേക്ക് പാട്ട്, മാപ്പിളപ്പാട്ട്, ഇതിൻ്റെയൊക്കെ സമഗ്രതയാണ് കേരള സംഗീതം. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു സാധാരണ നാട്ടുപദ്ധതി മാത്രമാണ് സോപാന സംഗീതം. ആ അർത്ഥത്തിൽ കേരളത്തിൻ്റെ സംഗീതം ഇതുവരെയും ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. അതിന് സംഗീതോത്സവങ്ങൾ ഉണ്ടായിട്ടില്ല. ഇപ്പോഴും നമുക്ക് സംഗീതോത്സവം എന്ന് പറഞ്ഞാൽ കർണാടക സംഗീതോത്സവമാണ്. അത് കേരളത്തിൻ്റേതായിരുന്നില്ല. നമ്മുടെ സംഗീതത്തെ, നമ്മുടെ പാട്ടുകളെ സ്നേഹിക്കുവാൻ പൺകൾ കൈകാര്യം ചെയ്യുന്നവനാണ് പാണൻ. പാണൻ എന്ന വാക്കിനർത്ഥം പാട്ടുകാരൻ എന്നാണ്. അത്തരത്തിലുള്ളൊരു സംസ്കൃതി ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിലേക്ക്. ആ സംസ്കൃതി ആ അർത്ഥത്തിൽ തിരിച്ചു വരട്ടെ എന്നുകൂടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ ഒരു ഉദാഹരണം കൂടെ കാണിച്ചിട്ട് അതിനുശേഷം ഒരു ഗീതം കൂടി പാടി നമുക്ക് സമാപിക്കാം. എങ്ങനെയാണ് നാട്ടുപാട്ടും നമ്മുടെ പാട്ടുമായിട്ട് യോജിച്ച് നിൽക്കുന്നതെന്ന് നിങ്ങൾക്കറിയാൻ വേണ്ടിയിട്ടാണ്. ഇനിയുള്ള കാലം നമ്മൾ പാടാണ്ടിരുന്ന നാടിന്റെ നട്ടല്ലു പൊട്ടി നമ്മൾ ചാകും. ചാകാണ്ടിരിക്കാനെങ്കിലും പാടടിത്തേ, പാടിയിട്ട് ചാകാനെങ്കിലും പാടടിതേ, പാടിയിട്ട് ചാകാനെങ്കിലും പാടടി. ഹരിതവൃന്ദാവനം പ്രണയ സുധാമയ മോഹന ഗാനം മധുമൊഴിരാതെ നിന്നെ തേടി അലയുകയാണൊരു ഹരിയുടെ ജന്മം. ഇനിയുള്ള കാലം നമ്മൾ പാടാണ്ടിരുന്ന നാടിന്റെ നട്ടല്ലു പൊട്ടി നമ്മൾ ചാകും. ചാകാണ്ടിരിക്കാൻ പാടടിത്തേ, പാടിയിട്ട് ചാകാനെങ്കിലും പാടടിതേ, പാടിയിട്ട് ചാകാനെങ്കിലും പാടടിതേ.
താമസിക്കാനെൻ കരളിൽ തങ്കക്കിനാക്കൾ കൊണ്ടൊരു താജ്മഹൽ ഞാൻ ഉയർത്താം. പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ. ഗാനലോക വീഥികളിൽ വേണൂതും ആട്ടിടയൻ. ഇനിയുള്ള കാലം നമ്മൾ പാടാണ്ടിരുന്ന നാടിന്റെ നട്ടെല്ലു പൊട്ടി നമ്മൾ ചാകും. ചാകാണ്ടിരിക്കാനെങ്കിലും പാടടി ദേയേ, പാടിയിട്ട് ചാകാനെങ്കിലും പാടടി ദേയേ, പാടിയിട്ട് ചാകാനെങ്കിലും പാടടി ദേയേ, പാടിയിട്ട് ചാകാനെങ്കിലും പാടടി ദേയേ. ഒരു പാട്ട് ആരും ഹാർമോണിയം വെച്ച് എയർ കണ്ടീഷൻ റൂമിലിരുന്ന് ശ്രുതിമേട്ടി ഉണ്ടാക്കിയ പാട്ടല്ല ആദ്യം കേട്ടത്. രണ്ടാമത് കേട്ടത് ഈ പ്രദേശവുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ ഹിന്ദുസ്ഥാനി സംഗീതം വളർന്ന പാരമ്പര്യത്തിൽ ജീവിച്ച ബാബുരാജ് സാർ ഉണ്ടാക്കിയ പാട്ടാണ് മൂന്നാമത് കേട്ടത്. രണ്ടാമത് കേട്ടത് കർണാടക സംഗീതത്തിലെ പ്രഗത്ഭനായിരുന്ന രവീന്ദ്രൻ സാർ. റൈറ്റ് ഓക്കെ. അപ്പോൾ ഈ മൂന്ന് പാട്ടും ഒരേ സ്വരങ്ങളിലാണ് കിടക്കുന്നത്. പക്ഷേ ഈ മൂന്ന് പേരും മൂന്ന് പ്രദേശങ്ങളിലാണ് ജീവിക്കുന്നത്, മൂന്ന് സ്ഥലത്താണ് ഈ പാട്ടുണ്ടാവുന്നത്. അപ്പോൾ പാട്ടിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ കോൽക്കളി, ഞാറ്റുപാട്ട്, സോപാന സംഗീതം, അയ്യപ്പൻ പാട്ട്, മാപ്പിളപ്പാട്ട് എന്നൊക്കെ പറയുന്നത് ഉണ്ടായ സാഹചര്യം, ഉണ്ടായ ആവശ്യം, ഉണ്ടായ പ്രദേശം, ഉണ്ടായ ഭാഷ, പ്രയോഗിക്കുന്ന മനുഷ്യൻ്റെ തൊണ്ട, ഇതിനൊക്കെ അനുസരിച്ച് മാത്രമാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. മ്യൂസിക് ഈസ് സെയിം. സംഗീതം എന്ന് പറയുന്നത് ഒരേ സംഗതിയാണ്. അതുകൊണ്ടാണ് ഈ ഡ്രം എല്ലാ ലാംഗ്വേജും സംസാരിക്കുന്നത്. അതിന് അത്ഭുതപ്പെടുന്നു വേണ്ട. സംഗീതം ഒരേ തരത്തിലാണ് എല്ലാ ഭൂഖണ്ഡത്തിലുമുള്ളത്. അത് വെറുതെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഒരു സംഗീതം മോശം, ഒരു സംഗീതം നല്ലതെന്ന് പറയാനില്ല. ഏതെങ്കിലും ഒരു സംഗീതം നമ്മുടെ മനസ്സിനെ കാലുഷ്യമുണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനെ ശ്രവിക്കാതിരിക്കുക. നമ്മുടെ ഇയർ ഡ്രമ്മിനെ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ടെങ്കിൽ നമ്മളത് കേൾക്കാതിരിക്കുക. നമ്മുടെ ഹൃദയത്തിൻ്റെ മിടിപ്പിനെ സാമാന്യത്തിലധികം അത് വർദ്ധിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് കേൾക്കാതിരിക്കുക. കാരണം കല അതിനെല്ലാം ശാന്തമാക്കി കൊണ്ടുവരാനുള്ള ഉപാധിയാണ്. അതിന് വിരുദ്ധമായി 101 മണിക്കൂർ ചെണ്ട തല്ലി പൊളിക്കുന്ന പരിപാടിയൊക്കെ കണ്ടാൽ അതൊന്നും പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. ആരെയും തോൽപ്പിക്കാനും മറികടക്കാനും ഒന്നും ഉള്ളതല്ല സംഗീതം. നമുക്ക് കലാകാരൻ ആത്മഹത്യ ചെയ്യുകയില്ല എന്ന് പറയുന്നത് എത്ര അപമാനിക്കപ്പെട്ടാലും എത്ര മാനനഷ്ടം വന്നാലും ധനനഷ്ടം വന്നാലും അവൻ്റെ കലാരൂപത്തിൽ ഇരുന്നു കൊണ്ട് തനിയെ ഇരുന്ന് പാടിയാൽ അത്തരത്തിലുള്ള എല്ലാ നിഷേധ വികാരങ്ങളിൽ നിന്നും നെഗറ്റീവ് ഇമോഷൻസിൽ നിന്നും മോചനം നേടുവാനുള്ള അനുഗ്രഹിക്കപ്പെട്ട ഉപാധിയാണ് കല. അത്തരത്തിൽ കലയെ പ്രയോഗിക്കപ്പെടുന്ന കലാകാരന്മാരുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. എല്ലാവർക്കും പത്മശ്രീ കിട്ടാത്തതിൻ്റെ സങ്കടമാണ്. അങ്ങനെയൊന്നും അല്ലാതെ തുച്ഛമായ ചില അംഗീകാരങ്ങൾക്ക് വേണ്ടിയല്ലാതെ മഹത്തായ സ്വപ്നങ്ങളുണ്ടാക്കുന്ന കലാകാരന്മാർ ഉണ്ടായി വരട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ഗീതം കൂടി പാടി സമാപിക്കുന്നു. എന്തിനാണ് നമ്മൾ ഈശ്വരനെ സമീപിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഓരോ കർമ്മവും ചെയ്യുന്നത്? ഞാൻ ഒരാൾക്ക് 1000 രൂപ ഡൊണേഷൻ കൊടുത്താൽ അതിൻ്റെ ഫോട്ടോ എടുത്ത് പത്രത്തിൽ കൊടുക്കാൻ വേണ്ടിയല്ല. വലത് കൈ ചെയ്യുന്ന മാനവസേവ ഇടത് കൈ പോലും അറിയാത്ത രീതിയിൽ ചെയ്യാനുള്ളതാണ് എൻ്റെ ജീവിതവും കർമ്മവും എന്നർത്ഥത്തിൽ. ദേവാ തവ നാമം ചൊല്ലിട്ടാരാധന ചെയ്തും കൊണ്ടൊരു ലോകോപകാരിയതാവുന്നയാണെന്നുടെ സ്വപ്നമതെന്നും ദേവാ. ഞാനാകും ജീവാത്മാവിനെ, നീയാകും പരമാത്മാവിൽ. ഞാനാകും ജീവാത്മാവിനെ, നീയാകും
ചെയ്യുന്നവ എല്ലാം എന്നുടെ ധർമ്മം അതു മാത്രമറിഞ്ഞാൽ ചെയ്യുന്നവ എല്ലാം എന്നുടെ ധർമ്മം അതു മാത്രമറിഞ്ഞാൽ ചെമ്മേ നിൻ പാദസരോജം ശൗരേ ഹൃദി നർത്തനമാടും ദേവാ. സനാതന സംസ്കൃതി നമ്മളോട് പറയുന്നു, നിങ്ങൾ ധനം സമ്പാദിക്കണം, നിങ്ങൾ കീർത്തി സമ്പാദിക്കണം, നിങ്ങൾ ഐശ്വര്യത്തോടുകൂടി ജീവിക്കണം, നിങ്ങൾ സ്വാധീനമുണ്ടാക്കണം, അധികാരം നേടണം, ആരോഗ്യവാനായിരിക്കണം. ഇതെല്ലാം തന്നെ നിങ്ങൾ എന്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലേ നിങ്ങൾ ആദരിക്കപ്പെടുകയുള്ളൂ. നിങ്ങൾ എത്ര കീർത്തിമാനാണ്, എത്ര ധനികനാണ്, എത്ര സമ്പാദിച്ചിട്ടുണ്ട്, എത്ര ആരോഗ്യവാനാണ് എന്നുള്ളത് ഈ സമൂഹത്തിൻ്റെ വിഷയമേ അല്ല. എത്ര കോടികളുണ്ടായാലും ആർത്തി തീരാത്ത ദരിദ്രവാസിയായി തീരാതെ കിട്ടിയത് ഈ സമൂഹത്തിന് വേണ്ടി നിങ്ങൾ എങ്ങനെ തിരിച്ചു കൊടുക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ വലിയവനിൽ നിന്നും മഹാനിലേക്ക് ഉയരുക എന്നാണ് സനാതന സംസ്കൃതിയുടെ പാഠം. ആരിൽ തൻവിതനോടും ചാരുത്വം ചേർന്ന പാദം ദൂരത്തങ്ങിരുന്ന ഒരു നേരത്തു നീനച്ചാലോ ചാരത്തു വന്നങ്ങ് ഉപചാരത്തിൽ സേവിച്ചാലും പാരിൽ തിങ്ങീന താവ പരമപുരുഷ അഖരുവേദമേതും ഹരേ. കരുണ ചെയ്വാൻ എന്തു താമസോ കൃഷ്ണ കഴലിണ കൈ തോന്നുന്നേ. ശരണാഗതന്മാർക്കിഷ്ട വരദാനം ചെയ്തു ചെമ്മേ ഗുരുവായൂപൂരം തന്നിൽ മരുവും അഖില ദുരിത കരണ ഭഗവൻ ഹരേ. കരുണ ജീവാൻ എന്തു താമസം കൃഷ്ണ കഴലിണ കൈ തൊഴുന്നേ. പിഞ്ചഭാരമണിഞ്ഞ പൂഞ്ചിപുരഭംഗിയും പൂഞ്ചിരി ചേർന്ന കൃപാപൂർണ കടാക്ഷങ്ങളും അഞ്ജിത വനമാല പരകൗതുകങ്ങളും അഞ്ജിത വനമാല പരകൗതുകങ്ങളും പൊൻചിലമ്പും പാദവും ഭുവന മദന മമഹൃദിനി വിലസേണം. വെറുതെ ഒന്ന് കണ്ണടച്ച് ആ നീലമേഘത്തിൻ്റെ വർണ്ണത്തോടുകൂടിയ ശരീരമുള്ള മഞ്ഞ പട്ടാട ചുറ്റിയ കയ്യിൽ മുരളിയേന്തിയ നെറുകിൽ മയിൽപ്പീലി തിരികെ വെച്ച ആ കോമള കണ്ണനെ ഒന്ന് വെറുതെ സ്മരിച്ചു നോക്കുക. ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ആ ചാരുരൂപത്തെ ആസ്വദിക്കാം. നിങ്ങളെപ്പോഴൊക്കെ നിഷ്കളങ്കമായ സൗന്ദര്യത്തിലേക്ക് മനസ്സിനെ പതിപ്പിക്കുന്നുവോ, നിങ്ങൾ ഏത് ജാതിയിലോ മതത്തിലോ ജനിച്ചവനാകട്ടെ ജനിച്ചവളാകട്ടെ, നിഷ്കളങ്കമായ സൗന്ദര്യത്തിലേക്ക്, ഒരു കുഞ്ഞു പുഞ്ചിരിയിലേക്ക്,
ഹൃദയത്തെ സമർപ്പിക്കുമ്പോൾ നാം ഈശ്വരനോട് അടുത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഏത് സമുദായത്തിൽ ജനിച്ചവനും ഏറ്റവും പ്രിയപ്പെട്ടവനെ നമ്മളറിയാതെ കണ്ണ എന്ന് വിളിച്ചു പോകുന്നത്. കരുണ ചെയ്യുവാൻ എന്തു താമസം കള്ള കടലിണ കൈ തൊഴുന്നേ ഞങ്ങളോടു കരുണ ചെയ്യുവാൻ എന്തടോ താമസം കരുണ ചെയ്യുവാൻ എന്തു താമസം കൃഷ്ണ കഴലിണ കൈ തൊഴുന്നേ ഹരേ Saudi.